അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇലയട തയ്യാറാക്കാം. സാധാരണ ഇലയട തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലിക്വിഡ് ബാറ്റർ തയ്യാറാക്കിയിട്ട് ആണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഉണ്ടാക്കുന്ന അത്രയും സമയമൊന്നും എടുക്കില്ല. ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുകയും പരത്തിയെടുക്കുകയും അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ലിക്വിഡ് ബാറ്റർ ഉപയോഗിച്ചിട്ടുള്ള അട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരി അരച്ചെടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കാം. ഇതാകുമ്പോൾ എളുപ്പമാണ്, ടേസ്റ്റും നല്ല തന്നെയാണ്. ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. വീണ്ടും 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിക്കാം. അപ്പോൾ 2 കപ്പ് വറുത്തരിപ്പൊടി എടുത്തപ്പോൾ ഞാനിതിലേക്ക് 3/4 കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അതായത് റൂം ടെമ്പറേച്ചറിലുള്ള സാധാരണ വെള്ളം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചവെള്ളത്തിൽ ഇതുപോലെ അരിപ്പൊടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനും പറ്റും. ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശർക്കരയാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ ശർക്കര എത്ര വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കിലോ അളവിലാണ് ശർക്കര ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉരുകി വന്നോട്ടെ. ഇപ്പോൾ കണ്ടോ, ശർക്കര നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അഴുക്കൊക്കെയുള്ള ശർക്കര ആണെങ്കിൽ അരിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്നും കൂടി ഒന്ന് കുറുകി വന്നോട്ടെ. ഇപ്പോൾ കണ്ടോ, ശർക്കര ആവശ്യത്തിന് ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാളികേരം ചെരുക്കിയതിന് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഈ ചെരുക്കിയെടുത്ത നാളികേരം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വറ്റി വരണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കാപ്പൊടിയാണ് കേട്ടോ. ഏലക്കാപ്പൊടി ഫ്ലേവറിനനുസരിച്ച് ഇത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ്. ഇത് ഞാനൊരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഇരുന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ. ഇതിപ്പോൾ കണ്ടു, ഇത് ആവശ്യത്തിനൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നോളൂ. ഓവറായിട്ട് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരില്ല. ഇനിയിപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആടയൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പരത്തിയെടുക്കണേന്ന് നോക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇത് ഇവിടെ കുറച്ച് വാഴ എടുത്തിട്ടുണ്ട്. വാഴ ഞാൻ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് അത്ര ഫ്രഷ് അല്ല, അത് കാരണം എന്താ പറയുക, ഞാൻ വാട്ടിയെടുക്കുന്നില്ല. നല്ല ഫ്രഷ് വാഴയിലാണെങ്കിൽ നിങ്ങളൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ വാഴ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് വീതിയുള്ള വാഴ എടുക്കാം. ഞാനൊരു വാഴ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 തവി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മാവ് എപ്പോഴും അത്യാവശ്യം നല്ല ലൂസുള്ള മാവായിരിക്കണം നമ്മൾ ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് അടയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. കട്ടിയോടുകൂടി മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അട നല്ല കട്ടിയിൽ തന്നെ ഇരിക്കും കേട്ടോ. സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറേശ്ശെ എല്ലാവിടെയായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇത് അടയ്ക്കുക ഈ ഒരു രീതിയിൽ. വശങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഇലയാണെങ്കിൽ വശങ്ങൾ ഇത് ഇതുപോലെ അങ്ങോട്ട് എന്താ പറയുക മടക്കി കൊടുക്കുക. അപ്പോൾ തീരെ പുറത്തേക്കൊന്നും പോവില്ല. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ അത്ര വലിപ്പമില്ല, അതായത് വീതി കുറവാണ് ഇലയ്ക്ക്. ഇങ്ങനെ 3-4 ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കാൻ അധികം സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ ഓരോന്ന് വേവിച്ചെടുക്കണമെങ്കിൽ 1 മിനിറ്റൊക്കെ മതി ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അത്രയും പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും. നമ്മൾ സാധാരണ എന്താ പറയുക മാവൊക്കെ കുഴച്ച് പരത്തി ഉണ്ടാക്കുന്നത് വെന്ത് വരാൻ ഒരു 10 മിനിറ്റെങ്കിലൊക്കെ സമയം എടുക്കില്ലേ. പക്ഷെ ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരും.
അപ്പോൾ എല്ലാ അടകളും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പോൾ അവസാനത്തെയാണ് കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ടാക്കാനുള്ള മാവുള്ളൂ. അവരിപ്പോൾ എല്ലാം വേവിച്ചെടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. ഇപ്പോൾ കണ്ടോ, സ്റ്റീമറിൽ നിന്ന് ആവി നന്നായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഇല പതുക്കെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഓരോന്നോരോന്ന് പരത്തി സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ചു വയ്ക്കുക, അടുത്തത് പരത്തുക, ഇതിലേക്ക് വയ്ക്കുക, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കണത്. വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ട് നമുക്ക് തുറന്നിട്ട് എടുക്കാം കേട്ടോ. ഞാൻ പുറത്തേക്ക് എടുക്കട്ടെ. ഇപ്പോൾ ഇത് ഞാൻ അടകളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. കണ്ടോ, രണ്ട് ഭാഗം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ല സോഫ്റ്റാണ്. ഞാൻ ഒരെണ്ണൊന്ന് പൊട്ടിച്ച് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട തന്നെയാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പരത്തിയെടുക്കുന്ന സമയത്ത് മാവ് നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം. അതായത് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നല്ല ലൂസായിരിക്കണം. അതായത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കണേക്കാളും ഒന്നും കൂടിയും ലൂസായിരിക്കണം. അപ്പോഴായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരിക. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഞാൻ പരത്തലോ കുഴക്കലോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് നേരത്തെ ഉണ്ടാക്കിയ അടകളൊക്കെ അതെ എല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഇലയട എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തയ്യാറാക്കി നോക്കുക കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചാൽ മതി, അടിപൊളിയായിട്ട് വരും. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.